ഈ PC ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന ഈ ശ്രമിക്കുന്ന ആളാ PC ജോർജ്. ഞങ്ങളോട് പാകിസ്ഥാനിൽ പോകാൻ തന്റെ ഇന്ത്യ അങ്ങനെ അങ്ങനെയുള്ള പരാമർശങ്ങൾ നിയമസഭയിൽ രാജ്യത്ത് മാന്യമായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് വോട്ട് വാങ്ങി തെരഞ്ഞെടുക്കപ്പെട്ട ആളായി പറയുന്നത്. നിങ്ങൾ PC ജോർജ് നോക്ക്, ശ്രീ അനിൽ നമ്പ്യാർ, ഈ PC ജോർജ് അവസാനമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആരുടെ വോട്ടിലെ ജയിച്ചത്? SDP-യുടെ വോട്ടിലല്ലേ? ഇപ്പോ അവിടെ ഇദ്ദേഹത്തിന്റെ വർഗീയ വിഷം തുപ്പുന്ന നിലപാട് കാരണം ഹൈന്ദവ മത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസം എല്ലാവരും തൂക്കി എറിഞ്ഞപ്പോ അപ്പൊ BJP-ലെ ലൈസൻസ് ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് മാന്യന്മാരെ ആളുകളോട് വേണ്ട. അതെ, അങ്ങനല്ല. ശബരിമലയിലേക്ക് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പെണ്ണുങ്ങളെ കയറ്റാൻ പോയപ്പം ഞാൻ എതിർത്തു. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മുടെ PC ജോർജ് ഈ പാർട്ടി മാറുന്നതിനനുസരിച്ചിട്ട് ഈ അരി ആഹാരം കഴിക്കണതിൻ്റെ ഒരു വ്യവസ്ഥ, അതായത് ഈ അരി ആഹാരം മാറിയിട്ട് ഇപ്പോൾ ചാണകമൊക്കെ തിന്നൂലേ, ആ തിന്നണതിൻ്റെ ഒക്കെ ഒരു ഇതാണ് ഇപ്പോൾ PC ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം 3 നേരം അരി ആഹാരത്തിന് പകരം ചാണകം വാരി തിന്നുമ്പോൾ ആ ഒരു ചാണകത്തിൻ്റെ ബുദ്ധിനുള്ളൂ ഈ ഒരു PC ജോർജ് പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാവുള്ളൂ, ഈ സംഘികൾക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് സംഖ്യക്കൂട്ടത്തേക്കാണല്ലോ ഇപ്പോൾ പൊയ്ക്കണത്. അപ്പം പിന്നെ ആ സംഖ്യവർത്താനം തന്നെയല്ലേ ഉള്ളൂ ഈ PC ജോർജൊക്കെ പറയുള്ളൂ. കാരണം ഇപ്പോൾ കേരളത്തിൽ അതല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുസ്ലിംസൊക്കെ ഭയങ്കര തീവ്രവാദികളാണ്, വർഗീയവാദികളാണ്, ആളെ കൊല്ലുന്നവരാണ്, എന്തൊക്കെ ചെറ്റവർത്താനാണ് ഇപ്പോൾ ഈ ഒരു PC ജോർജൊക്കെ ഈ ഒരു ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്നിട്ട് പറയണത്. അല്ല, ഇവനെ പോലുള്ള ആൾക്കാരൊക്കെ എന്താണ് ഇപ്പോൾ ഈ ഒരു ചാനൽ ചർച്ചയിലൊക്കെ വിളിക്കേണ്ട കാര്യം എന്താണ്? അതല്ല ഇങ്ങനെ ചാനൽ ചർച്ചയിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങമാതിരി തമ്മാടിത്തരം പറയാൻ വേണ്ടിയിട്ടോ? അല്ല PC ജോർജ്, ഇത്രയും കാലം പൂഞ്ഞാറിലോ എവിടെയൊക്കെ ഇലക്ഷനിലൊക്കെ നിന്നിട്ട് ജയിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ മുസ്ലിംസ് നിന്നെ വോട്ട് ചെയ്തിട്ടില്ലേ? മുസ്ലിംസുകളെ ഒരുപാട് വോട്ടുകൾ നിനക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് അങ്ങനെയൊക്കെ അല്ലേ നീ ജയിച്ച് MLA ഒക്കെ ആയത്? എന്നിട്ടിപ്പോൾ അനക്കിപ്പോൾ മുസ്ലിംസിൻ്റെ വോട്ടും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് മുസ്ലിങ്ങളിപ്പോൾ വർഗീയവാദികൾ, അതല്ലെങ്കിൽ ആളെ കൊല്ലണ ആൾക്കാർ എന്തൊക്കെയാണ് ഇത് പറയണില്ലേ? എന്ത് നാവിനെല്ലില്ലാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെറ്റത്തരം പറയാന്നുള്ളതായോ? അല്ലെ, അറിയില്ലേ? കാരണം നിങ്ങൾക്ക് കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്ത് സംസാരിക്കൽ. പക്ഷേ ഈ ചാണകത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ, അല്ലെങ്കിൽ ചാണകം ഡെയിലി 3 നേരം തിന്നുമ്പോൾ ഇങ്ങനെയൊക്കെ വെറും മുസ്ലിങ്ങളെ മാത്രം നീ എന്താ ഇങ്ങനെ തരം താഴ്ത്തി പറയണത്? അല്ല, ഒരു ചാനൽ ചർച്ചയിലാണ് ഇങ്ങനെ സംസാരിക്കണത്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ്. അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം. നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം. മനസ്സിലായോ? ഇതൊന്ന് വായന നമ്പിയാരെ രക്തം തിളയ്ക്കും. അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത്, അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി തുണിവെക്കി വെക്കുക, ഉടനെ വെട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്. എന്നിട്ട് പറയുക, വലിയ വിപ്ലവം പ്രസംഗിക്കുക. എനിക്ക് പ്രസംഗിച്ച ആ സഹോദരനോട് ഞാൻ വിനയത്തോട് പറയുക, നിങ്ങളൊരു മഠയനാകരുത്. മറ്റേ ലീഗിന്റെ ആളങ്ങനെ പറഞ്ഞോട്ടെ, ലീഗിന്റെ ആളങ്ങനെ ഉളത്തരം പറഞ്ഞ് നോക്കുകയല്ലോ. മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയവാദിയാണെന്ന് എൻ്റെ അഭിപ്രായം. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്തിനാ അവർ വാദിച്ചത്? എല്ലാം വേണ്ടെന്ന്, എല്ലാം പോട്ടെ, ഞങ്ങൾ മുസ്ലിങ്ങൾ മതി. ഇത് മര്യാദയാണോ? കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് വർഗീയ കോമരകളാണ് ഇവന്മാർ. ഞാൻ പച്ചയ്ക്ക് പറയുന്നു, എനിക്കൊരു മടിയില്ല ഇത് പറയാം. ഞാൻ ഈരാറ്റുപേട്ട, മനസ്സിലായില്ലേ? ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ ഏതാ? 40,000 പോപ്പുലേഷൻ ഉള്ളതിൽ 38,600 മുസ്ലിങ്ങളുള്ള ഈരാറ്റുപേട്ടയിൽ ഇരുന്നു കൊണ്ടാണ് PC ജോർജ് പറയുന്നത്, നിങ്ങളെപ്പുറം വർഗീയവാദികൾ, മനസ്സാക്ഷിയില്ലാത്ത വർഗീയവാദികൾ എവിടെ ഉണ്ട്? മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക്? അല്ല PC ജോർജ്, നിനക്കെന്താ ഇത്രക്ക് ഈ മുസ്ലിങ്ങളോട് ഇത്രക്ക് വൈരാഗ്യമൊക്കെ? അല്ല, അറിയാമായിട്ട് ചോദിക്കുകയാണ്.
കാരണം ഇത്രക്കും വൈരാഗ്യം, അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളും മുസ്ലിങ്ങൾ മൊത്തം ആളെ കൊല്ലണവരും ഇതൊക്കെ പാകിസ്ഥാനിലുള്ളവരാണ്, പാകിസ്ഥാനിലേക്ക് പോയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടല്ലോ, സംസാരിക്കുന്നുണ്ടല്ലോ. അല്ല എന്താണ് ഇപ്പം എനക്ക് വോട്ട് കിട്ടാത്തത് കൊണ്ടാണോ? ഇനിയിപ്പോൾ ഇടതും വലതും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇജ്ജ് പോയ പാർട്ടി ഇപ്പോൾ ഏതാണ്? സംഘിക്കൂട്ടത്തേക്കല്ലേ പോയിക്കണത്? വെറും ചാണകം തീറ്റികൾക്കരുതൊക്കെ പോയിക്കണത്. അല്ല ആ ചാണകം തിന്നണതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, ഇപ്പോൾ എല്ലാവരും എന്താണ് ശരീരത്തിലും ബ്ലഡ് ഉണ്ടായാൽ ഈ ഞരമ്പിൻ്റെ ഉള്ളിൽ കൂടി പോണത് ബ്ലഡായിരിക്കും. പക്ഷെ നിൻ്റെ എന്താണ് ഈ ഞരമ്പിൻ്റെയൊക്കെ ഉള്ളിൽ കൂടി പോണത് ചാണകമാണ്. അതുകൊണ്ടാണ് ഈ ഒരു തീട്ടവർത്താനൊക്കെ പറയുന്നത്, ഈ ചാണകത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ എന്താണേലും നീ പോയ സ്ഥലം അല്ലെങ്കിൽ പോയ പാർട്ടിയൊക്കെ അടിപൊളിയാണ്. ഇനി ഇതുപോലെ ഈ ഒരു വർത്താനം കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് ഇനി ഒരു ഇലക്ഷനിൽ നിന്നാലും നിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നീ ഒന്നും ജയിക്കാൻ നീ പോണില്ല. ഇതന്നെയാണ് BJPക്ക് ഒരു കരകയറ്റമില്ലാത്തത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഹിന്ദുക്കൾ മതി, മുസ്ലിങ്ങളൊക്കെ അവരെ ശത്രുക്കളായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വർഗീയ വിഷം ഇങ്ങനെ ഓലിങ്ങനെ തുപ്പി അവസാനം എന്താണ് ഈ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഓല് തൊടൂല. കേരളത്തിൽ ഓല് ഇനി എന്ത് കാട്ടിയാലും എങ്ങനെ തലകുത്തി പറഞ്ഞാലും കേരളം ഭരിക്കാൻ ഓൽക്ക് എന്തായാലും കിട്ടൂല. കാരണം ഇങ്ങനെ വിഷം ചീറ്റിയും കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ കേരളത്തിന് പുറത്ത് കുറേ അന്തംഗമ്മികൾ കുറേ ഉണ്ടാവും. അവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വോട്ട് ചെയ്തിട്ടൊക്കെ അവർ ജയിപ്പിക്കുക. അതുകൊണ്ട് പഠിക്കട്ടെ ഓല്. എന്തായാലും നിങ്ങൾ കേരളത്തിൽ ഭരിക്കാൻ എന്തായാലും BJPക്കാർ ആയിട്ടില്ല, ഇനി ആകൂല ഇങ്ങനെ തീട്ടവർത്താനം ഇങ്ങനെ പറഞ്ഞത് കൊണ്ട്. കാരണം ഈ തീട്ടവർത്താനം പറയണത് ഇവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ മലയാളികൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലാവും നിങ്ങൾ പറയണത് എന്താണ്, വെറും വർഗീയ വിഷാന്നുള്ളതൊക്കെ. ഇപ്പം എന്താ ഒരു പുതിയ കണ്ടുപിടുത്തം കൂടി പറയണു, എന്താ പാകിസ്ഥാനും ഇന്ത്യയൊക്കെ കളിക്കുമ്പോൾ പാകിസ്ഥാന് ജയ് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനക്കെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ കളിച്ച് ജയിക്കുമ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ 6 അടിക്കുമ്പോൾ കൈ അടിക്കും എന്നൊക്കെയാണല്ലോ ഇപ്പോൾ PC ജോർജ് ഇപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വർത്താനം പറയണത്. മറ്റു മതസ്ഥരോട് സൗമനസ്യം ഉണ്ടോ? ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമനസ്യം നിങ്ങൾ കണ്ടുപഠിക്കുക. ഞങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ? എന്തുകൊണ്ട്? ഞങ്ങളൊക്കെ പഠിച്ചത് ഇടകരണം തടിച്ച വലതുകരണം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ. നിങ്ങൾ ഏറ്റവും വലിയ വർഗീയവാദം മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. ഇവിടെ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ നമ്പ്യാരെ ക്രിക്കറ്റ് നടക്കുക, ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലിരിക്കുന്ന മുസ്ലിമാ ചാനൽ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോൾ ഹേ ഹേ എന്ന് കൈയടിക്കുക. താറാൻ പറഞ്ഞ അവൻ ഇന്ത്യക്കാരനാണോ? ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ടോ അവന്? ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിച്ച് പാകിസ്ഥാൻ സിന്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാവും? ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് വർത്താനം പറയുക. ഇവരൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പോകുന്നില്ലല്ലോ. പിന്നെ വർത്തമാനം പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്തമാനം പറയുന്നത് അല്ല, കുളിച്ചു കർച്ചകളൊന്നും എനിക്കില്ല. ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവനെ സത്യം പറയും. എന്നെ ആരും തിന്നാനൊന്നുമില്ല. ഞാൻ തിന്ന പേടിപ്പിക്കാനും എന്നെ പറയണ്ട. ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവൻ. അതുകൊണ്ട് പറയുക, നീ ഒക്കെ പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു പോയി കിടന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നു? ഞങ്ങളിവിടെ ജീവിക്കട്ടെ. PC ജോർജ്, ഈ ചാണകത്തിലുണ്ടായ പുഴുവോ നിനക്ക് അന്തല്ലെങ്കിൽ നിനക്ക് വിവരമില്ലെങ്കിൽ എന്തിനാ അങ്ങനെ സംസാരിക്കണം ഈ ചാനലിലൊക്കെ കയറിയിട്ട്? എവിടെയാണ് നീ പാകിസ്ഥാനികൾ അല്ലെങ്കിൽ ജയിക്കുമ്പോൾ ഇന്ത്യനെ തോൽപ്പിച്ച് പാകിസ്ഥാനികളൊക്കെ ജയിക്കുമ്പോൾ ആരാണ് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്? നീ എവിടെയാണ് അത് കണ്ടിക്കുന്നത്? അതല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഈ ലോകത്തിലുള്ള എല്ലാ ടീമിൻ്റെ അല്ലെങ്കിൽ ഒരുവിധം ക്രിക്കറ്റ് ടീമിൻ്റെ ഒപ്പം ഇന്ത്യ കളിക്കുമ്പോൾ അവർ ജയിച്ച് വരുമ്പോൾ നമുക്കൊക്കെ അഭിമാനമാണ്. പിന്നെ എവിടെയാണ് നീ അവർ ജയിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മുടെ ടീമിലുള്ളവരെ വിക്കറ്റൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കൈയടിക്കണമെന്നൊക്കെ നീ പറയണത്? ചിലപ്പോൾ ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്ത്യയും ഓസ്ട്രേലിയ ഒരു കളി നടന്നു. ആ കളി നടന്നപ്പോൾ അതിലിപ്പോൾ 5 ടെസ്റ്റ് മത്സരം ഉണ്ടായിരുന്നു. അതിൽ 3-1 എന്താണ് ഓസ്ട്രേലിയ ജയിച്ചു. പക്ഷെ ആ കളി കണ്ടവർക്കൊക്കെ മനസ്സിലാവും നമ്മുടെ ടീമിലുള്ള ആൾക്കാർ കളിക്കണതിൻ്റെ കളിയുടെ കോലം കണ്ടിട്ടിപ്പോൾ വിരാട് കോഹ്ലി ആണെങ്കിലും അതിൽ രോഹിത് ശർമ്മയൊക്കെ കളിക്കുമ്പോൾ ആ ടെസ്റ്റിൽ കളിക്കുമ്പോൾ ഒരു പരാജയം തന്നെയായിരുന്നു ഓലെ കളി. പക്ഷെ അതിനെ വിമർശിച്ചിരുന്നു. ഓലെ കളി കാണുമ്പോഴോ അല്ലെങ്കിൽ ഔട്ടായി പോകുമ്പോഴൊക്കെ അതിനടിയിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല, നിങ്ങളൊക്കെ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ വിരമിക്കുക, നിങ്ങളെ കൊണ്ട് തോറ്റു, നമ്മളെ മാനം കെടുത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ചിരുന്നു. അതിനർത്ഥം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ തള്ളി പറയണമെന്നല്ല, അത് നിന്റെ അന്തംഗമ്യാണ്. നീ ചാണകം തിന്നുകൊണ്ട് നിനക്ക് തോന്നണമാണ് അത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യനെ തള്ളിപ്പറയാന്നുള്ളത്. അതല്ല, ഇന്ത്യനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ടീം കളിക്കാൻ പോകുമ്പോൾ അവർ ഔട്ടാകുമ്പോഴോ അതല്ലെങ്കിൽ അവർ തോൽക്കുമ്പോഴൊക്കെ നമ്മൾ അവരെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യനോടുള്ള സ്നേഹം കൊണ്ടാണ്. പിന്നെ ഒരു കാലത്ത് ഇന്ത്യ പറഞ്ഞ കളി ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര പരാജയത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ടീമിലേക്ക് ഈ വീരേന്ദ്ര സേവാങ് എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വന്നത്.
ഓപ്പണിംഗ് ആയിട്ട് വന്നതായിരുന്നു. നമ്മളെ ഗാംഗുലിയാണ് ഈ വീരേന്ദ്ര സേവാങ്ങിനെ എന്താണ് ഓപ്പണിംഗ് ആക്കിയത്. ആ ഒരു കളിയിൽ അല്ലെങ്കിൽ ആ ഒരു സേവാങ് കളിച്ച കളി ഈ പാകിസ്ഥാൻ്റെ ഒപ്പം ഒരു കളിച്ച കളിയിൽ ഈ ഷുഐബ് അക്തർ എന്ന് പറയുന്ന ഒരു ബൗളർ, കാരണം ആ ഒരു ബൗളർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടി സ്വപ്നമായിരുന്നു ആ ബൗളർ. പക്ഷെ ആ ബൗളറൊക്കെ അടിച്ചു പറത്തിയത് സേവാങ്ങിയായിരുന്നു. ആ സേവാങ്ങിൻ്റെ കളി ഞാൻ ഇപ്പോഴും ഇടക്കിടക്ക് കാണുന്നതാണ്. ഈ പാകിസ്ഥാനി എന്ന് പറയുന്ന ടീമിൻ്റെ ബൗളർ അടിച്ചു പരത്തുന്ന കളിയൊക്കെ അതിപ്പോഴും നമ്മൾ എന്താണ് സെർച്ച് ചെയ്തിട്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനോടുള്ളൊരു അഭിമാനം, അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ടീം കളിച്ചിണ കാണുമ്പോഴൊക്കെ ഒരു അഭിമാനം നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ നിന്നെപ്പോലെയുള്ള തീട്ടങ്ങൾ ഈ കളിയുടെ അടിയിലൊക്കെ ഈ വർഗീയതയും അതല്ലെങ്കിൽ ഈ വിഷം ചീറ്റാനൊക്കെ വന്നിട്ട് അതിനടിയിലും എന്താണ് നിങ്ങൾ വർഗീയത ഇങ്ങനെ വളമ്പുകയാണ്.